വാർത്തകളിലേക്ക് അതിനു മുമ്പ് നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ഇടുക്കി പരുന്തുംപാറയിലെ റിസോർട്ടിൽ നിർമ്മിച്ച കുരിശ് പൊളിച്ചു നീക്കി റവന്യൂ സംഘം. പൊളിച്ചു മാറ്റിയത് തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ്. കയ്യേറ്റക്കാരനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് റവന്യൂ വകുപ്പ്. കരിപ്പൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട. മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത യുവാവിന്റെ കരിപ്പൂരിലെ വീട്ടിൽ നിന്ന് പിടികൂടിയത് 1.5 കിലോ MDMA. കാസർഗോഡ് ലഹരി വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകിയതിന് വീട് കയറി ആക്രമണം. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ DGPയോട് റിപ്പോർട്ട് തേടി ഗവർണർ. നിലവിലെ സാഹചര്യം വിശദീകരിക്കാൻ നിർദ്ദേശം. ആക്ഷൻ പ്ലാൻ വിശദീകരിക്കണമെന്നും ഗവർണർ. സംസ്ഥാന വ്യാപക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി DGP. ക്യാമ്പസുകളിൽ ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കാൻ VC-മാരുടെ യോഗത്തിൽ തീരുമാനം. വീണ്ടും വിവാദ പ്രസംഗവുമായി PC ജോർജ്. ലവ് ജിഹാദിലൂടെ മീനച്ചിൽ താലൂക്കിൽ മാത്രം നഷ്ടപ്പെട്ടത് 400 പെൺകുട്ടികളെ. 24 വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണമെന്നും PC. കാസർഗോഡ് 15 വയസ്സുകാരിയുടെയും 42-കാരന്റെയും മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിലധികം പഴക്കം. സംഭവത്തിൽ പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. VIP-യുടെ മകളായിരുന്നെങ്കിൽ അന്വേഷണം വൈകുമോ എന്ന് ചോദ്യം. ഉദ്യോഗസ്ഥർ കേസ് ഡയറിയുമായി ഹാജരാകണമെന്ന് നിർദ്ദേശം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും റിപ്പോർട്ട് നൽകണം. ജാതി വിവേചനം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ നിയമ നടപടിയെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ പരസ്യ പ്രതികരണം നടത്തിയ A. പത്മകുമാറിനെതിരെ AK ബാലൻ. കഴിവുള്ള നിരവധി നേതാക്കളുണ്ടെന്നും എല്ലാവരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും പ്രതികരണം. നടത്തുന്ന പരസ്യ പ്രതികരണം വർഗശത്രുക്കൾക്ക് സഹായകമാകരുത്. പത്മകുമാറിന്റെ വിമർശനം പെട്ടെന്നുള്ള വികാരത്തിന്റെ പുറത്താകാമെന്നും AK ബാലൻ. ശബരിമല സന്നിധാനത്തെ ദർശന രീതിയിൽ മാറ്റം വരുത്താൻ തീരുമാനം. മീനമാസ പൂജയ്ക്കായി നട തുറക്കുന്നതോടെ പുതിയ സംവിധാനം നിലവിൽ വരും. ഇതോടെ ചുരുങ്ങിയത് 25 സെക്കൻഡ് വരെ അയ്യപ്പ ദർശനത്തിന് കഴിയുമെന്നും ദേവസ്വം പ്രസിഡന്റ്. അതിരപ്പള്ളിയിൽ തോട്ടം തൊഴിലാളികളുടെ ലയത്തിലെ ശുചിമുറിയിൽ രാജവെമ്പാല. വനപാലകരെത്തി രാജവെമ്പാലയെ പിടികൂടി. പാമ്പ് അകപ്പെട്ടത് കാലടി പ്ലാന്റേഷനിലെ തൊഴിലാളിയായ നാരായണന്റെ ലയത്തിലെ ഉപയോഗശൂന്യമായ ശുചിമുറി. മലപ്പുറം കരുവാരക്കുണ്ടിലെ കേരള എസ്റ്റേറ്റിൽ കടുവയെ ആദ്യം കണ്ടത് ടാപ്പിംഗ് തൊഴിലാളികൾ. വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി. കടുവയെ കാട് കയറ്റാനുള്ള നടപടികൾ തുടങ്ങുമെന്ന് വനം വകുപ്പ്. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റംസാൻ മാസത്തിൽ ഫാഷൻ ഷോ നടത്തിയതിനെതിരെ പ്രതിഷേധം. സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഒമർ അബ്ദുള്ള. പ്രാദേശിക സാഹചര്യം പരിഗണിക്കാതെയുള്ള നടപടിക്കെതിരെ റിപ്പോർട്ട് ലഭിച്ചയുടൻ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. ലിബറൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ക്രിസ്റ്റിയ ഫ്രീലൻഡിനെ തോൽപ്പിച്ചു. വിജയം 86% വോട്ടുകൾ നേടി.